താൻ ധൈര്യമായിട്ടിരിക്കെ. പ്രസവം കഴിയുന്നതുവരെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. പക്ഷേ പ്രസവം കഴിഞ്ഞാൽ അരുന്ധതിയോട് സത്യം തുറന്നു പറയണം. എന്നിട്ട് അധികം താമസിയാതെ അവൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോവാം. എല്ലാറ്റിനും മീതെ എല്ലാം അറിയാവുന്ന ഒരു മഹാവൈദ്യനെ എവിടെയോ ഇരിപ്പില്ലേ, അദ്ദേഹം നമ്മളെ സഹായിക്കാണ്ടിരിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. എന്തേ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്? ഒന്നുമില്ല. ഈ ചെറിയൊരു തലവേദനയ്ക്ക് അവരെന്തിനാ ഇത്രയും വലിയൊരു സഭ കൂടുന്നത്? സഭ തലവേദനയുടെ അല്ല, പ്രസവത്തിന്റെയാ. വളരെ കാലത്തിന് ശേഷം തറവാട്ടിലൊരു പ്രസവം നടക്കാൻ പോവല്ലേ, അതൊരു ഉത്സവമാക്കാൻ തന്നെയാ അച്ഛന്റെ പുറപ്പാട്. ഇക്കണക്കിന് രമണി പ്രസവിക്കുമ്പോ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? എന്തേ വയ്യേ? ഏയ്, എന്റെ കണ്ണിലേക്ക് അങ്ങനെ തുറച്ചു നോക്കി ആ വൈദ്യുതി എത്ര നേരമായിരുന്നത്? തലയാകെ മരവിച്ചു പോയി. നിന്നെ അമ്മായി തിരക്കി. ഒഴിവാക്കി തരണമെങ്കിൽ അത് പറഞ്ഞ പോരെ. ഈ തറവാടിനകത്ത് 10 ദിവസം കാണാതായാലും എന്നെ തിരക്കുന്ന ഒരു സ്വഭാവം പണ്ടേ അമ്മയ്ക്കില്ല. ഇതൊക്കെ ഒരു പുളുവല്ലേ? ഡേഡി, കുറച്ച് പുത്തനും കൊണ്ട് ഒരുത്തൻ നിന്നെ കെട്ടാൻ വന്നിട്ടില്ലേ? നിന്റെ വേഷം കെട്ടൊക്കെ ഇനി ആളോട് മതി. മുത്തശ്ശി എന്നെയും കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. മുത്തശ്ശി അങ്ങനെയാ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരഞ്ഞാ തീർക്കുക. ഇപ്പൊ നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, രമണിക്ക് നല്ലൊരു കല്യാണാലോചന വന്നിരിക്കുന്നു. ഇതൊക്കെ നിന്റെ ഐശ്വര്യം കൊണ്ടാണെന്ന് പറഞ്ഞാ ഇപ്പൊ കരച്ചില്. നാളെ മുതല് നിനക്ക് പിഴിച്ചിലും ധാരയും നസിയും ഒക്കെ തുടങ്ങാൻ പോവുക. പിന്നെ പ്രസവം കഴിയുന്നവരെ നിന്നെ എനിക്ക് തൊടാൻ കിട്ടില്ല അത്രേ. അത് പറ്റില്ല. എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഒരു നിമിഷം പോലും എനിക്ക് കാണാതിരിക്കാൻ വയ്യ. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ?